ഇവിടെ വലിയ ഒരു റെസ്പോൺസാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. കാരണം നമുക്കറിയാം, ഇതൊരു ഗ്രാമീണ മേഖലയാണ്, കോഴിക്കോടിൻ്റെ ഗ്രാമീണ മേഖലയാണ്, കാർഷിക വൃത്തിയാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ രാജ്യം തന്നെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ പഞ്ചായത്തിലാണുള്ളത്. 2 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ പഞ്ചായത്തിലുണ്ട്. തൊട്ടടുത്ത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് IIM ഉണ്ട് കുന്നമംഗലം പഞ്ചായത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമീണ മേഖലയാണെങ്കിലും വലിയ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ ചാത്തമംഗലവും കുന്നമംഗലവും മാവൂരും. കാരണം നമുക്കറിയാം, മാവൂർ ഒരു കാലഘട്ടത്തിൽ വ്യവസായത്തിൻ്റെ ഒരു വലിയ കേന്ദ്രം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ നശിച്ചു കിടക്കുന്നു, നമ്മുടെ ഈ മാവൂർ ഗോൾഡൻസൊക്കെ. പക്ഷേ ഇവിടെ വലിയ തോതിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10-11 വർഷക്കാലമായിട്ട് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വലിയ തോതിൽ വികസിച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ആ വികസനത്തിൻ്റെ ഒരു ഭാഗമാവാൻ നമ്മുടെ ഈ പ്രദേശങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഗ്രാമീണ മേഖലയാണ്, കാർഷിക വൃത്തിയാണ്. പക്ഷേ കാർഷിക വൃത്തിയിലൊക്കെ അവർക്ക് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രാദേശിക വികസനങ്ങൾ, റോഡ്, പാലങ്ങൾ, ഇതൊന്നും ഇവിടുത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന്, കാരണം NIT അത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ക്ലബ്ബ് ചെയ്തുകൊണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചെയ്തുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിന് സാധിക്കുന്നില്ല. ഞാൻ ഇവിടുത്തെ ജനങ്ങളോട് മുന്നോട്ട് വെക്കുന്നത് ഒറ്റ പ്രധാനപ്പെട്ട കാര്യം: നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും ഇത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇവിടുത്തെ പ്രാദേശിക വികസനങ്ങൾ പൂർണ്ണമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കും എന്നതാണ് പ്രധാനമായിട്ടും ഞാൻ മുന്നോട്ട് വെക്കുന്നത്. വലിയ തോതിൽ ജനങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. കാരണം പ്രത്യേകിച്ച് വലിയ തോതിൽ സ്ത്രീ ജനങ്ങളൊക്കെ വലിയ തോതിൽ നമ്മുടെ കൂടെ വരുന്നു, പ്രവർത്തിക്കാൻ വരുന്നു. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ CPMൻ്റെ ഒരു കോട്ട, ഒരു രാവണൻ കോട്ടകളായിരുന്നു ഇതൊക്കെ. പാർട്ടി എന്നോട് പറഞ്ഞത് അത്തരം രാവണൻ കോട്ടകളെ പൊളിച്ചെടുക്കണം. കാരണം അത് എനിക്ക് ഈ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത്, ഈ സ്ഥലത്തെ ഞാൻ പന്തീരങ്കാവുകാരനാണ്, തൊട്ടടുത്തുള്ള പ്രദേശത്തുകാരനാണ്. പക്ഷേ ഈ പ്രദേശത്തേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ആളുകളുടെ റെസ്പോൺസ് കാണുന്ന സമയത്ത് ആ രാവണൻ കോട്ടകളെയൊക്കെ വളരെ സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാൻ സാധിക്കും.